മുണ്ടത്തിക്കോട്ടെ ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് 9 മരണമാണെങ്കിലും കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. 26 ശരീരഭാഗങ്ങളും ദുരന്തഭൂമിയിൽ നിന്ന് കണ്ടെത്തി. എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേരെ കണ്ടെത്താനുണ്ടോ എന്നോ ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല. ഡ്രോണുകളും കടാവർ നായികളെയും ഉപയോഗിച്ച് കാണാതായവർക്കായി ഇപ്പോഴും പരിശോധന തുടരുകയാണ്. 6000 കിലോഗ്രാമിന് മേൽ കരിമരുന്നെങ്കിലും വെടിക്കെട്ട് പുരകളിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. തിരികെ കിട്ടാനാകാത്ത വിധം മൃതശരീരങ്ങൾ കരിഞ്ഞ് ഭസ്മമായി പോയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം നോക്കി നിൽക്കെ പണിയിടം ഒരു തീഗോളമായി ഒപ്പമുള്ളവരെ കവർന്നെടുത്തതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല ദുരന്തത്തിൽ നിന്ന് മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ. തിരുവാമ്പാടിയുടെ വെടിക്കെട്ടുപുര നിൽക്കുന്ന മുണ്ടത്തിക്കോട് പാടത്തിന് ഇങ്ങേക്കരയിലെ വീടിന്റെ ചില്ലുകൾ പോലും ചിതറി. ഭൂകമ്പ സമാനമായിരുന്നു പ്രകമ്പനം. പൂരക്കമ്പത്തിലെ പുതുമകളുടെ പരീക്ഷണം മുണ്ടത്തിക്കോട് പാടത്ത് പതിവായി നടക്കാറുണ്ട്. എല്ലാ പണിക്കുറ്റപ്പാടും തീർന്ന് സുരക്ഷിതമെന്ന് ഉറപ്പിച്ചിട്ടേ പൂരപ്പറമ്പിലേക്ക് വെടിക്കോപ്പുകൾ അയക്കൂ. പരിസരവാസികൾക്കത് കേട്ട് ശീലമാണ്. പക്ഷേ പരീക്ഷണക്കമ്പമായിരുന്നില്ല ഇന്നലെ 3:20 കേട്ടത്. നിമിഷാർത്ഥം കൊണ്ട് തെങ്ങുയരത്തിൽ തീയാളി. കുഴിമിന്നലുകൾ അതിനും മീതെ കാതടിപ്പിക്കും വിധം കൂട്ടത്തോടെ പൊട്ടി. എന്താണ് സൗണ്ട് എന്ന് മനസ്സിലാവില്ല. കുറേ പൊടി ചില്ലിൻ്റെയും ഇതൊക്കെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാവരും പേടിച്ച് വൈഫും അനിയത്തിയുടെ കൊച്ചൊക്കെ ഭയങ്കര കരച്ചിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് പുറത്തേക്ക് വന്നപ്പോൾ അടുത്ത സെക്ഷൻ പൊട്ടിയപ്പോൾ പിന്നെ അവിടുന്ന് ചില്ലുകൾ വന്നു. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഒരു തീകോളം വരെയൊക്കെ വീണ്ടും നോക്കുമ്പോൾ കണ്ടേ. കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് മുണ്ടത്തിക്കോട് പാടം ശവപ്പറമ്പായി. വെടിക്കെട്ടുപുരകളിൽ പണിയെടുത്തിരുന്നവരുടെ ശരീരങ്ങൾ 1/2 കിലോമീറ്റർ വരെ ദൂരേക്ക് ചിതറി. ഓടിയെത്തിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും അഗ്നിരക്ഷാസേനയും ഒന്നും ചെയ്യാനാകാതെ മണിക്കൂറുകളോളം നിന്നു. തീ ആളുന്നതിനൊപ്പം വെടിമരുന്നും തയ്യാറാക്കി വെച്ച ഡൈനുകളും ഗുണ്ടുകളും മറ്റ് കമ്പക്കൊപ്പുകളും 3.5 മണിക്കൂറോളം പൊട്ടിക്കൊണ്ടിരുന്നു. പാടത്തേക്കും അതിനക്കരയ്ക്കും ആർക്കും അടുക്കാനാകാത്ത അവസ്ഥ. ശരീരഭാഗങ്ങളിൽ അറിയാതെ ചവിട്ടിപ്പോകരുതേ എന്നായിരുന്നു തീ അടങ്ങിയപ്പോൾ പാടത്തേക്കിറങ്ങിയ രക്ഷാപ്രവർത്തകരുടെ പ്രാർത്ഥന. കിട്ടിയ ശരീരഭാഗങ്ങൾ ചാക്കുകളിൽ നിറച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദാരുണ ദൃശ്യത്തിന്റെ നടുക്കത്തിൽ നാടിപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 6 ടൺ വെടിമരുന്നാണ് ഒരു ദേവസ്വത്തിന് നിയമപരമായി ഉപയോഗിക്കാൻ അനുമതി. കൂടാതെ പാവറട്ടി പള്ളിയിലെ വെടിക്കെട്ടിനടക്കം വെടിമരുന്ന് ഇവിടെ ശേഖരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 6000 കിലോഗ്രാമിന് മേൽ വെടിമരുന്നെങ്കിലും 6 വെടിപ്പുരകളിലായി നിന്നു കത്തി. വീണ്ടെടുക്കാൻ ഒന്നുമില്ലാത്ത വിധം ചാമ്പലായി പോയവർ എത്രയെന്ന് ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല. അഗ്നിഗോളമായ പണിയിടത്തു നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വേലായുധനും വത്സലയും ആ നിമിഷങ്ങൾ ഓർത്തെടുത്തു. അവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പൊട്ട് കേട്ടു, വലിയൊരു ശബ്ദം. അത് പൊട്ടി കഴിയുമ്പോഴേക്കും ആകെ പൊടിയും പുകയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഓടിട്ട് വീടിൻ്റെ അടുത്താണ് അങ്ങനെ ഇരിക്കുന്നത്. ഒരു കുടില് പോലെ സാധനമാണ്. അപ്പോൾ ഓടൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീണ് കാണാണ്ട്. ഞങ്ങളുടെ തിരുമുക്കിലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വിട്ടു. നേരെ മണിയിൽ നോക്കുമ്പോൾ ഇല്ല ചെരുപ്പൊക്കെ കാലിൽ ഒരു തൂർക്കളഞ്ഞു 3 ദിവസമായിട്ടുള്ള ചെരുപ്പെടുത്തിട്ട് അതൊക്കെ ഇപ്പോൾ കോട്ടയം. വെടിക്കെട്ടൊരുക്കം ചിത്രീകരിക്കാൻ ഉച്ചയ്ക്ക് 1:30 ന്യൂസ് മലയാളം വാർത്താസംഘം എത്തുമ്പോൾ കലാഭവൻ മണിയുടെ പാട്ടും പാടിക്കൊണ്ട് കമ്പവിശേഷങ്ങൾ വിവരിച്ച വിൽസൺ അങ്ങനെ മറ്റൊരാൾ. ഉണക്കാനിട്ട തിരികളിൽ നിന്നാകാം തീ പടർന്നതെന്ന് ഞെട്ടൽ ഇപ്പോഴും വിടാതെ നിർവികാരനായി വിൽസൺ പറയുന്നു. കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെടുത്തേക്ക് വന്നു. മരങ്ങളുടെ ഉയരങ്ങളിലേക്ക് ശരീരഭാഗങ്ങൾ തെറിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ്. സമീപത്തെ ജലാശയങ്ങളിലടക്കം പരിശോധന നടക്കുന്നു. കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. എത്രയാളുകൾ അപകടത്തിൽപ്പെട്ടു? ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്? ഈ 2 ചോദ്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തതയില്ല. ശരീരം വെന്ത് പാതി ജീവനായി ചികിത്സയിൽ കഴിയുന്നവരെ പറ്റിയുള്ള ചിന്തയും മനസ്സിനെ പൊള്ളിക്കുമ്പോൾ മനുഷ്യരാകെ സ്വന്തം നിസ്സാരതയോർത്ത് നിസ്സഹായരാകുന്നു.
മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാമെന്ന് മാത്രം നിശ്ചയിച്ച് നമ്മൾ പരസ്പരം ആശ്വാസമാകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.